അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ നീളുന്ന വലിയ ഒരു സുഹൃത്ത് വലയം ജെഫ്രി എപ്സ്റ്റീൻ എന്ന അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി, ഫിനാൻസിയർ, അതുപോലെ തന്നെ ഇന്റർലൊക്യൂട്ടർ, ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇണക്കകണ്ണി എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ജെഫ്രി എപ്സ്റ്റീനെ ഉണ്ടെന്ന് കരുതേണ്ടി വരും. മൈക്കിൾ ജാക്സനുമായുള്ള ബന്ധം, ഇലോൺ മസ്കുമായുള്ള ബന്ധം, അതുമാത്രമല്ല ബിൽ ഗേറ്റ്സുമായുള്ള ബന്ധം, എന്തിന് ഇപ്പോൾ നരേന്ദ്രമോദിയുമായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുക മാത്രമാണ്, തെളിവൊന്നുമില്ല. ഇത് ഒരു നോൺസെൻസ് ആണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നാണ് ഇത് കേൾക്കേണ്ടത്. ഈ ഇസ്രയേൽ സന്ദർശനത്തിന് വഴിയൊരുക്കിയത് എപ്സ്റ്റീൻ്റെ പ്രേരണയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വലിയ വിവാദമാകും. ഇന്ത്യയുടെ വിദേശനയ രൂപീകരണത്തെ സ്വാധീനിക്കാൻ തക്ക തലത്തിൽ എപ്സ്റ്റീൻ വളർന്നിട്ടുണ്ടോ? സരിത പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് എന്ത് വിശ്വാസ്യതയാണുള്ളത്? അമേരിക്കയിലെ ഒരു സരിതയല്ലേ യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ. അതുകൊണ്ട് കുറേ ഇമെയിലുകൾ ആർക്കെങ്കിലുമൊക്കെ അയച്ചെടുക്കുകയാണ് എപ്സ്റ്റീൻ. ആ ഇമെയിലുകളിൽ മാന്യന്മാരായ കുറേ പേരുടെ പേരുകൾ പറയുകയാണ്. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. അന്തരിച്ച ലൈംഗിക കുറ്റവാളിയും ശതകോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ ഫയലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉൾപ്പെട്ട സംഭവം വിവാദമായിരിക്കുകയാണ്. ഇതിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ഈ എപ്സ്റ്റീൻ ഫയലുകളെന്ന് വിശദീകരിക്കാം. എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ്? ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? ഇത് വലിയ ഒരു നിഗൂഢമായ വ്യക്തിത്വമാണ്. ഒരുപാട് പേരുടെ ജീവിതങ്ങൾ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിൻ്റെ ജീവിതം തുലാസിലാക്കിക്കൊണ്ട്, അവരുടെ സൽപ്പേര്, കീർത്തി മുതലായവ തുലാസിലാക്കിക്കൊണ്ട് ജെഫ്രി എപ്സ്റ്റീൻ എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ നടത്തിയ ചില സംസാരങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ഇമെയിലുകൾ, അദ്ദേഹം എടുത്തു വച്ചിരുന്ന ചില ചിത്രങ്ങൾ, വീഡിയോകൾ, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വരികയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ നീളുന്ന വലിയ ഒരു സുഹൃത്ത് വലയം ജെഫ്രി എപ്സ്റ്റീൻ എന്ന അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി, ഫിനാൻസിയർ, അതുപോലെ തന്നെ ഇന്റർലൊക്യൂട്ടർ, ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇണക്കകണ്ണി എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ജെഫ്രി എപ്സ്റ്റീനെ ഉണ്ടെന്ന് കരുതേണ്ടി വരും. കാരണം ഇത് പൂർണ്ണമായി ഇമാജിനറി അല്ല. ചില ആളുകൾ അങ്ങനെയാണ്, വൻപൻ വ്യക്തിത്വങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിക്കും, അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പരസ്പരം അവരൊക്കെ തമ്മിൽ സാധാരണഗതിയിൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ചില നേതാക്കൾ തമ്മിലുള്ള സംസാരത്തിന് ഇൻഫോർമലി അവസരം ഉണ്ടാക്കി കൊടുക്കും. ഏത് പ്രധാനപ്പെട്ട ഫോർമൽ തീരുമാനത്തിൻ്റെ പിന്നിൽ ഇൻഫോർമൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ ഓവർ എ കപ്പ് ഓഫ് ടീ, അതിനാരെങ്കിലും ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കണമല്ലോ. അങ്ങനെയുള്ള ഒരു വളരെ സൗകര്യപ്രദമായ വ്യക്തിത്വമാണ് മിസ്റ്റർ ജെഫ്രി എപ്സ്റ്റീൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്ക് വേണ്ടി പ്രേരിപ്പിച്ച് ഉന്നതന്മാർക്ക് കാഴ്ചവെച്ചു എന്ന ഒരു കേസ് 2008 തന്നെ ഉണ്ട്. അതിൽ അദ്ദേഹം അറസ്റ്റിലായി, ഏതാനും ദിവസം വിചാരണയിലായും തടവിലായി, പിന്നീട് പുറത്തു വന്നു. പിന്നീട് അദ്ദേഹം വലിയ രീതിയിൽ ഈ ബന്ധങ്ങൾ, തൻ്റെ ബന്ധങ്ങൾ, സെലിബ്രിറ്റീസുമായുള്ള ബന്ധങ്ങൾ, മൈക്കിൾ ജാക്സനുമായുള്ള ബന്ധം, ഇലോൺ മസ്കുമായുള്ള ബന്ധം, അതുമാത്രമല്ല ബിൽ ഗേറ്റ്സുമായുള്ള ബന്ധം, എന്തിന് ഇപ്പോൾ നരേന്ദ്രമോദിയുമായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുക മാത്രമാണ്, തെളിവൊന്നുമില്ല. ഇത് ചില രേഖകളായി ഇപ്പോൾ പുറത്തു വരികയാണ്. അത് ഏതാണ്ട് 30 ലക്ഷം പേജുകൾ, അതാണ് അതിൻ്റെ സൈസ്. വലിയ 300 GB സ്പേസാണ് ഇത് വീഡിയോസാണ്, ചിലതൊക്കെ സംഭാഷണങ്ങളാണ്, ചിലതൊക്കെ യാത്രാ രേഖകളാണ്, ചിലതെല്ലാം ഫോട്ടോഗ്രാഫ്സാണ്. ഇതെല്ലാം തന്നെ പുറത്തു വരുന്നു. അത് പുറത്തു വിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നു. അത് തന്നെ ഒരുപാട് നമ്മൾ അലക്കി വെളുപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഇതാ പുറത്തു വന്ന രേഖകളുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശനം നടത്തിയ 2017 ചില വാക്ചിത്രങ്ങൾ ഇമെയിലിൻ്റെ രൂപത്തിലുണ്ട്. നരേന്ദ്രമോദി അയച്ച ഇമെയിലൊന്നും അല്ല കേട്ടോ. ജെഫ്രി എപ്സ്റ്റീൻ ആരുമായോ നടത്തിയ ഇമെയിലിൽ വി ഹാവ് ഡൺ ഇറ്റ്, അല്ലെങ്കിൽ ഞങ്ങളത് സാധിച്ചിരിക്കുന്നു, ഇറ്റ് വർക്ക്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് വർക്ക് ചെയ്തിരിക്കുന്നത്?
ഈ കഥ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് കഥയായിട്ട് കൂട്ടിയാൽ മതി. ഇമെയിലിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന് പറയാനാവില്ലല്ലോ. 2016 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നു. ആ സമയത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുകയാണ്. ഇന്ത്യക്ക് ഇസ്രയേലുമായി അടുക്കണമെന്നുണ്ട്, ഇസ്രയേലിലൂടെ അമേരിക്കയുടെ ഗുഡ് ബുക്സിലാകണമെന്നുണ്ട്, അമേരിക്കയ്ക്കും അത് ആഗ്രഹമുണ്ട് ഒരു പരിധിവരെ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പല കാരണങ്ങളാൽ പോകാനാവുന്നില്ല ഇസ്രയേലിലേക്ക്. അങ്ങനെയെങ്കിൽ താൻ ഇടപെട്ട് ജെഫ്രി എപ്സ്റ്റീനെ നരേന്ദ്രമോദിയുമായി ഉണ്ടായിരുന്ന വിത്തിൻ കോട്ട്സ് സവിശേഷമായ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ പോകേണ്ട, ഇസ്രയേലിൽ പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അങ്ങനെ ആ ഉപദേശം കേട്ട് നരേന്ദ്രമോദി ഇസ്രയേൽ പോയി. അതിനു മുൻപ് നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം നടത്തി. ഇതൊക്കെ പബ്ലിക് ഡോക്യുമെന്റഡ് കാര്യങ്ങളാണ്. അമേരിക്കൻ സന്ദർശനം നടത്തിയത് ജൂൺ 2017 ഇസ്രയേൽ സന്ദർശനം നടത്തിയത് ജൂലൈ 2017 ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതുവരെയുള്ള പ്രധാനമന്ത്രിമാരാരും ഇസ്രയേൽ പോകാൻ ധൈര്യപ്പെട്ടില്ല. പല കാരണങ്ങളാണ്, പൊളിറ്റിക്കൽ കാരണങ്ങളാണ്. അറബ് ലോകത്തെ എലിനേറ്റ് ചെയ്യാതിരിക്കാൻ പലസ്തീൻ കോസിനോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ ഇസ്രയേൽ പോകുന്നത് പൊളിറ്റിക്കലി നല്ലൊരു ഒപ്റ്റിക്സ് അല്ല, അതുകൊണ്ടാണ്. പക്ഷെ അത് പോയിരിക്കുന്നു. അതിന് പിന്നിൽ ജെഫ്രി എപ്സ്റ്റീൻ്റെ പ്രേരണയാണ് എന്ന രീതിയിലാണ് ഇമെയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് പല നെറ്റിയും ചൊളിയാൻ കാരണം. ഈ എപ്സ്റ്റീന്റെ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ 2017 ഇസ്രായേൽ സന്ദർശനത്തെയും പരാമർശിക്കുന്ന ഭാഗം വെറും കെട്ടുകഥയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചത്. ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ ജൽപ്പനം മാത്രമാണ് ഇതെന്നാണ് മന്ത്രാലയം പരിഹസിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് അത്ര വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ്. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഇതങ്ങ് മാറും. അതായത് എപ്സ്റ്റീൻ ഫയലിലെ മോദി പരാമർശം മാറുമെന്നാണ് BJPയും കേന്ദ്ര മന്ത്രിസഭയും അല്ലെങ്കിൽ മോദി തന്നെ വിചാരിക്കുന്നത്. കാരണം ഇതിൽ യാതൊന്നും ഫണ്ടമെന്റലേ ഇല്ല എങ്കിൽ എപ്സ്റ്റീൻ്റെ ഒരു ഭാവനാവിലാസം ആകാം. പക്ഷെ നോക്കൂ, ഇത് എന്തുകൊണ്ട് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു, എന്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഇന്ത്യയിൽ ഇപ്പോൾ അലയടിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇതാ അടിയന്തര പ്രമേയമായി മാണിക്യം ഠാക്കൂർ എന്ന കോൺഗ്രസ് പാർലമെന്റേറിയൻ MP, ലോക്സഭ MP അവതരിപ്പിച്ചിരിക്കുകയാണ് അടിയന്തര പ്രമേയം. അതിന്മേൽ ചർച്ച നടക്കുന്നു. രാഹുൽ ഗാന്ധി അതേക്കുറിച്ച് സംസാരിക്കുമെന്നാണ് അറിയുന്നത്. കാരണം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ സംസാരം തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്താണ് ഈ പാർലമെൻറ്റിലെ സംഭാഷണത്തിൻ്റെ വിധിഗതികൾ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഏത് നിമിഷവും വന്നേക്കാം. കാരണം ഇത് ഒരു നോൺസെൻസ് ആണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നാണ് ഇത് കേൾക്കേണ്ടത്. ഇത് യു ഹാവ് ടു ഹിയർ ഇറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്നാണല്ലോ പ്രമാണം. അങ്ങനെയെങ്കിൽ ഇത് എന്തുകൊണ്ട് കെട്ടുകഥയാണ്? ഈ പ്രധാനമന്ത്രിക്ക് നിഷേധിക്കാനാവാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അമേരിക്ക സന്ദർശനം, പിന്നീടുള്ള ഇസ്രായേൽ സന്ദർശനം. ഈ ഇസ്രായേൽ സന്ദർശനത്തിന് വഴിയൊരുക്കിയത് എപ്സ്റ്റീൻ്റെ പ്രേരണയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വലിയ വിവാദമാകും. ഇന്ത്യയുടെ വിദേശനയ രൂപീകരണത്തെ സ്വാധീനിക്കാൻ തക്ക തലത്തിൽ എപ്സ്റ്റീൻ വളർന്നിട്ടുണ്ടോ? ഒരു വ്യക്തിക്ക് എന്താണ് പ്രധാനമന്ത്രി മോദിയോട്? അദ്ദേഹം മോദിയുമായി ഒരു ബിസിനസ് കോൺടാക്റ്റും ഉണ്ടെന്ന് പറയില്ല. മോദി ഒരു സാമ്പത്തിക ആരോപണവും നേരിട്ടിട്ടുള്ളൊരു വ്യക്തിയല്ല. ഒരു ലൈംഗിക ആരോപണവും നാളിതുവരെ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. കാര്യമായ മോദിയുടെ മന്ത്രിസഭയിലെ, കഴിഞ്ഞ മന്ത്രിസഭയിലെയാണെങ്കിലും ഈ മന്ത്രിസഭയിലെയാണെങ്കിലും ആദ്യ മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിലെയാണെങ്കിലും ഒരു മന്ത്രി പോലും അഴിമതി ആരോപണത്തിന് പുറത്തായിട്ടില്ല. BJP നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ മന്ത്രിസഭയിൽ ആരും തന്നെ. അതുകൊണ്ട് അഴിമതി മുക്ത ഒരു പ്രതിച്ഛായയാണുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഒരു വ്യക്തി, ഒരു വിവാദ നായകനായ ഒരു വ്യക്തിയുമായി, അപ്പം കളങ്കിതൻ 2008 അറസ്റ്റ് ചെയ്യപ്പെട്ട എപ്സ്റ്റീൻ 2017 മോദിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്സ്റ്റീൻ കളങ്കിതൻ തന്നെയാണ്. അങ്ങനെ ഒരാളുമായിട്ട് മോദി എന്തിന് ബന്ധപ്പെടണം? അത് രാജ്യത്തിൻ്റെ പൊതു നന്മയെ കരുതി അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് അടുക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇസ്രയേലിൻ്റെ സീക്രട്ട് സർവീസായ മൊസാദിൻ്റെ സേവനം ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്തേണ്ടതിന് വേണ്ടി, അല്ല എങ്കിൽ ഇന്ത്യക്ക് ഡിഫൻസ് ഒരു കണക്ടിവിറ്റി ഇസ്രയേലുമായി കൂടുതലായി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി ഒരു ഇൻ്റർലൊക്യൂട്ടർ, ഇടനിലക്കാരൻ, മധ്യവർത്തി എന്ന നിലയിൽ എപ്സ്റ്റീൻ പ്രവർത്തിച്ചിരിക്കാമോ? അതൊരിക്കലും അമേരിക്ക സ്ഥിരീകരിക്കില്ല, ഇന്ത്യ സ്ഥിരീകരിക്കില്ല, ഇസ്രയേലും സ്ഥിരീകരിക്കില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നോ സ്ഥിരീകരണം വരാതെ എപ്സ്റ്റീൻ്റെ ഫയലിൽ മോദി ഇത് ചെയ്തു. അതുപോലെ ഇന്ത്യയുടെ അന്നത്തെ പെട്രോളിയം മന്ത്രി, ഇതിലൊരു വ്യാജ ക്ലെയിമുണ്ട്. ഇന്ത്യയുടെ അന്നത്തെ 2007
2017 പെട്രോളിയം മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഹർദീപ് സിംഗ് പുരി ഈ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അമേരിക്കയിൽ ചില സന്ദർശനങ്ങൾ നടത്തുകയും ചില പെട്രോളിയവുമായി ബന്ധപ്പെട്ട ചില ഡീലുകളുടെ ഫ്രെയിംവർക്ക് തയ്യാറാക്കുകയും ചെയ്തു എന്നാണ് ക്ലെയിം. പക്ഷേ ഈ ക്ലെയിം നടത്തിയതല്ലാതെ ആ സമയത്ത് ഹർദീപ് സിംഗ് പുരി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമല്ല. അദ്ദേഹം അംഗമാകുന്നതിന് മുൻപുള്ള മാസങ്ങളിലാണ് ഇങ്ങനെയൊരു സന്ദർശനം നടത്തിയതായി ഇപ്പോൾ ക്ലെയിം വന്നിരിക്കുന്ന ഫയലുകളിൽ. അതുകൊണ്ട് കുറേ ഇമെയിലുകൾ ആർക്കെങ്കിലുമൊക്കെ അയച്ചെടുക്കാൻ എപ്സ്റ്റീൻ ആ ഇമെയിലുകളിൽ മാന്യന്മാരായ കുറേ പേരുടെ പേരുകൾ പറയുകയാണ്. അതിലൊരു മാന്യൻ്റെ പേരാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ട് എത്രയോ അപവാദങ്ങളാണ് അദ്ദേഹം പടച്ചുവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പൊതുവെ നല്ലൊരു വ്യക്തിത്വമായി കരുതപ്പെടുന്ന ഒരാളാണ് ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് ഈ റഷ്യൻ പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധത്തിനുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായിട്ടാണ്, അല്ലെങ്കിൽ യങ് പെൺകുട്ടികളുമായിട്ടൊക്കെയാണ് അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തത് എപ്സ്റ്റീനാണ്. അദ്ദേഹത്തിന് ലൈംഗിക രോഗമുണ്ടായി. ആർക്കാണ്? ബിൽ ഗേറ്റ്സിന്. അതിനുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സ അറേഞ്ച് ചെയ്ത് കൊടുത്തത് എപ്സ്റ്റീനാണ്. ഇതെല്ലാം ക്ലെയിമാണ്. അപ്പം ഒരു വിവാദ നായകന് പല ക്ലെയിംസുമാകാം അല്ലേ? നമുക്ക് സമാനമായ കേസിൽ എന്തെല്ലാം ക്ലെയിംസാണ് സ്വപ്ന സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? മുഖ്യമന്ത്രിക്കെതിരെയും പല മന്ത്രിമാർക്കെതിരെയും ഒക്കെ ക്ലെയിംസ് ഉണ്ടായി. ആരോപണങ്ങൾ രൂപത്തിലാണ്, ക്ലെയിംസ് മാത്രമല്ല ആരോപണങ്ങളാണ്. മുൻകാലങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ, ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ വരെ സരിതയുടെ ഭാഗത്തു നിന്ന് എത്രയോ ക്ലെയിംസാണ്, ആരോപണങ്ങളാണ് ഉണ്ടായത്. ഇതിന് എന്ത് സ്ഥിരീകരണമാണുള്ളത്? എത്രയോ മാന്യന്മാരായ രാഷ്ട്രീയക്കാർക്ക് നേരെ, അവരിൽ ചിലരൊക്കെ ദുരൂഹമായ ചില ഇടപാടുകളൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷേ സരിത പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് എന്ത് വിശ്വാസ്യതയാണുള്ളത്? അമേരിക്കയിലെ ഒരു സരിതയല്ലേ യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ മരിച്ച ദുരൂഹമായ സാഹചര്യത്തിലാണ്. അദ്ദേഹം ജയിലിൽ വെച്ച് ജീവൻ വെടിഞ്ഞു 2019 വിചാരണ ഘട്ടത്തിൽ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പക്ഷേ ജീവൻ വെടിഞ്ഞതാണോ അതോ ഈ പലരുടെയും പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അങ്ങ് തട്ടിയതാണോ എന്ന രീതിയിലൊക്കെ വലിയ പരാമർശമാണ് വരുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയലുകൾ ഡൊണാൾഡ് ട്രംപിന് വലിയ തലവേദനയായി. അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. 1980 മുതൽ 2000 വരെ, 2005 വരെയൊക്കെയുള്ള കാലത്ത് ജെഫ്രി എപ്സ്റ്റീനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഈ ഫയൽസിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുകൾ വരുന്നത് ഒരു നല്ല ലൈറ്റിലല്ല കാണുന്നത്. ഡൊണാൾഡ് ട്രംപിനും ചില പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. അത് എപ്സ്റ്റീൻ്റെ കെയർ ഓഫിൽ ഉണ്ടായ ബന്ധമാണോ എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാനാവില്ല. അതുകൊണ്ട് ഫയലുകൾ പുറത്തുവിടണമെന്ന ജെനുവിൻ മുറവിളി ഉണ്ടായിരുന്നു. ട്രംപ് തത്വത്തിൽ അംഗീകരിച്ചു. താൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളുള്ള ഫയലുകൾ ഇതാ പുറത്തുവിടുന്നു, തങ്ങൾക്ക് മറക്കാനൊന്നുമില്ല. അങ്ങനെ പുറത്തുവിട്ട ഫയലിൽ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. അവിടെയാണ് ഈ ഹർദീപ് സിംഗ് പുരിയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. അത് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് സമൃദ്ധമായി ഉപയോഗിക്കാനുള്ള ഒരു അന്തരീക്ഷം തുറന്നു കിട്ടി എന്നതാണ് വാസ്തവം. മറ്റൊരു കാര്യമുള്ളത്, BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ നടന്ന ഇമെയിൽ ചാറ്റുകളുടെ വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ മോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. നമ്മൾ സൂചിപ്പിച്ച ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നത് തീർച്ചയായും തൽക്കാലത്തേക്ക് ഒരു വലിയ കോളിളക്കം സൃഷ്ടിക്കും. പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകും. ഇപ്പോൾ തന്നെ പ്രക്ഷുബ്ധമാണ്. തെരുവുകളിലേക്ക് പ്രക്ഷോഭം പടരും. പക്ഷെ തെളിവുകളുടെ അഭാവത്തിൽ കേവലം ആരോപണങ്ങൾക്ക് അല്പായുസായിരിക്കും. ആരോപണങ്ങൾ മാത്രം. ഇതിന് ചെറിയ സ്ഥിരീകരണം ഉണ്ടാകണം. ഒന്ന് മരിച്ചുപോയ ഒരാളാണ് ജെഫ്രി എപ്സ്റ്റീൻ. ഇന്ന് നിലവിൽ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഫയൽസ്, 2000-ലധികം വീഡിയോസാണുള്ളത് അല്ലേ? ഇത്ര അധികം ഈ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് ആണ് കരുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി, കാരണം മാന്യന്മാരായ ഉന്നതരായ ആളുകളുടെ പേരുകൾ അടങ്ങുന്ന ഫയലുകൾ ജീവിക്കുന്ന തെളിവുകളാകുമെന്ന് എപ്സ്റ്റീൻ വിശ്വസിച്ചിരുന്നു. അതുപയോഗിച്ച്, ഈ ഫയലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ പേര് എവിടെയെങ്കിലും രേഖാമൂലം ഉണ്ടാക്കുക, അടയാളപ്പെടുത്തുക, എന്നിട്ട് അയാളുമായി വിലപേശുക. ഇതാണ് ഈ രീതിശാസ്ത്രം. അതാണ് എപ്സ്റ്റീൻ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള രീതിശാസ്ത്രം. അതാണ് തനിക്ക്. അത് മാത്രമല്ല, പൊതുവേ തനിക്ക് ചില ആളുകളുണ്ടല്ലോ, അവർ ഉന്നതരായ ആളുകളുമായിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ എപ്പോഴും കൊണ്ട് നടക്കും. അതെപ്പോഴും കാട്ടിക്കൊണ്ടിരിക്കും. താൻ വലിയ സ്വാധീനമുള്ള ഒരാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യത്തിന്, ഒരുപക്ഷെ അത് ആ വ്യക്തിയുടെ ബിസിനസ് താല്പര്യത്തിന് അത് സഹായകരമാകും. വലിയ ആളുകളുമായി പിടിപാടുള്ള ആളാണ്, ബന്ധമുണ്ട്. ഇതൊക്കെ അല്ലാതെ ഇന്ത്യയുമായി ജെഫ്രി എപ്സ്റ്റീൻ എന്ത് അടുപ്പമാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്? ഇന്ത്യക്ക് അമേരിക്കയുമായി അടുക്കണമെങ്കിൽ
ജെഫ്രി എപ്സ്റ്റീൻ്റെ ഓശാരം വേണോ? എൻ്റെ ഒരു ന്യായമായ സംശയമാണ്. ഹർദീപ് സിംഗ് പുരി എന്ന പെട്രോളിയം മന്ത്രി, പിന്നീട് പെട്രോളിയം മന്ത്രിയായ ആളിന് ഡൊണാൾഡ് ട്രംപുമായിട്ടോ അമേരിക്കയുമായിട്ടോ അമേരിക്കയിൽ ഏതെങ്കിലും കോടീശ്വരന്മാരായിട്ടോ സംസാരിക്കാനുള്ള വഴി ഒരുക്കാൻ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആളുകളുടെ സഹായം സ്വീകരിക്കാം എന്നത് ഹൈപ്പോത്തറ്റിക്കലി വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ ഇത് മാത്രമല്ലല്ലോ, ഇതിന് കൃത്യമായി ഇത്ര തുക ചെലവഴിച്ചു, ഇത്ര തുക കൈമാറി, ഇന്നരോടൊപ്പം ഇന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്ന ഒരു ഫോട്ടോഗ്രാഫ് വന്നാൽ ഒരുപക്ഷെ സംഭവം മാറും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള ഫോട്ടോഗ്രാഫ്സ് വരുന്നത് വരെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തുമായിട്ടുള്ള അടുത്ത ആഴമുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും പുറത്ത് പറഞ്ഞിരുന്നില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ മറ്റാളുകളും ഫോട്ടോഗ്രാഫുകൾ പലപ്പോഴും ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഫോട്ടോഗ്രാഫുകൾ ജീവിക്കുന്ന തെളിവുകളാണ്. ഇന്ന ദിവസം ഇന്നാരുമായി ഇന്ന സ്ഥലത്ത് കണ്ടുമുട്ടി, അവിടെ എന്താണ് സംസാരിച്ചതെന്ന് തെളിയിക്കാനാവില്ല, അത് ഫോട്ടോഗ്രാഫ് തെളിവല്ല. പക്ഷേ ഫോട്ടോഗ്രാഫെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടോ അല്ല എങ്കിൽ ജെഫ്രി എപ്സ്റ്റീനും ഒത്തുനിൽക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ജെഫ്രി എപ്സ്റ്റീൻ മധ്യത്തിൽ നിൽക്കുകയും മറ്റാരെങ്കിലും ഇടത്തും വലത്തും നിർത്തിയതായ ഒരു ഫോട്ടോഗ്രാഫും ഇന്ത്യയിലെ ഒരു നേതാക്കളുമായും ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആയുധം എന്നതിന് ഉപരിയായി ഉള്ളി തൊലിച്ചാൽ അത് ബാക്കിയൊന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ പോകാനാണ് സാധ്യത. ഇനി എന്തെങ്കിലും കൂടുതൽ ഈ ഫയലുകളുടെ ആഴത്തിലുള്ള പരിശോധന, ഇപ്പം നോക്കൂ, 30 ലക്ഷം പേജുകളാണ്. അതിൻ്റെ ആഴത്തിലുള്ള പരിശോധനയിൽ മറ്റെന്തെങ്കിലും സൂചനകളിലൂടെ അന്വേഷണം നടത്തി അന്താരാഷ്ട്ര ഏജൻസികൾ എന്തെങ്കിലും ഒരു ബന്ധം കണ്ടുപിടിക്കാൻ സാധിച്ചു എങ്കിൽ ഈ സിറ്റുവേഷൻ മാറും. അതുവരെ ഈ ആരോപണം ഗവൺമെൻറ്റിനെയോ കേന്ദ്ര സർക്കാരിനെയോ മോദിയെയോ ഹർദീപ് സിംഗ് പുരിയെയോ ഒന്നും തന്നെ ഉലയ്ക്കും എന്ന് ഈ ഘട്ടത്തിൽ കരുതുന്നില്ല. ഈ ഒരു വിവാദം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ തുടക്കത്തിൽ പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അത് ചൂടുപിടിച്ചു വരുന്നുമുണ്ട്. പ്രതിപക്ഷത്തിന് ഗുണമുണ്ടാകുമോ ഈ ഒരു വിവാദം ഏറ്റുപിടിച്ചാൽ? ഇന്ത്യയിലെ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ മോദി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണത്തിൽ ഒരു കാര്യത്തിൽ കഴമ്പുണ്ട്, മറ്റൊരു കാര്യത്തിൽ തെളിവില്ല. അതുകൊണ്ട് കഴമ്പുമില്ല. കഴമ്പുള്ള കാര്യം ഇതാണ്: ഭരണഘടനാ സ്ഥാപനങ്ങളെ പരമാവധി തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഉപയോഗിക്കുന്നു. അത് ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനത്തിൽ ആയിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ, അത് ഭരണകക്ഷിയുടെ ഭരണമുന്നണിയുടെ അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ ഇൻകംബന്റ് ഗവൺമെൻറ് ഈ സ്ഥാപനങ്ങളെ എക്കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ലേശം കൂടുതലായി ഉപയോഗിക്കുന്നു. അത് വസ്തുതയാണ്, അതാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന മറ്റൊരു കാര്യത്തിന് സ്ഥിരീകരണമില്ല. അത് വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്പെസിഫിക്കായ ഇൻസ്റ്റൻസസ് വളരെ ഭംഗിയായി ശ്രീ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചില വോട്ടുകൾ നഷ്ടപ്പെടുന്നത്, ചില വോട്ടുകൾ അനധികൃതമായി കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്നത് അത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇത്ര ശതമാനം വോട്ടുകൾ ചോരിക്കുക എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമായി വിശ്വസിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല. എക്കാലത്തും വോട്ടുകൾക്കകത്ത് തിരിമറികൾ നടക്കുന്നുണ്ട്. അത് ഇലക്ട്രോണിക് ഡിവൈസസ് ടാമ്പർ ചെയ്യുന്നു എന്ന മുൻ ആരോപണം ഇപ്പോൾ അധികം കേൾക്കുന്നില്ല. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തുന്ന വോട്ടുകളെല്ലാം BJPക്ക് പോകുന്നു എന്ന ആരോപണം ഇപ്പോൾ അത്ര നിലവില്ല. അത് പല പ്രാവശ്യം പരിശോധിച്ച് തെളിവില്ലാതെ പോയതാണ്. അപ്പോൾ തെളിവുകൾ ഉള്ളതും അല്ലെങ്കിൽ സാധ്യതാപരമായി ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് കേവലം കഥകൾ മാത്രമാണ്, ഇമെയിലുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ആദ്യഘട്ടത്തിൽ അത് ഏറ്റെടുക്കാതിരുന്നത്. ഇത് മുൻപ് തന്നെ വന്നിട്ടുണ്ട്, ചില സൂചനകൾ വന്നിട്ടുണ്ട്. പക്ഷേ ജനുവരി മാസം 30-ാം തീയതി വലിയ തോതിലാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിലെ നീതിന്യായ വകുപ്പ് വൻപൻ ക്വാണ്ടിറ്റി രേഖകളാണ് പുറത്തുവിട്ടത്. ആ രേഖകൾ പരിശോധിക്കുമ്പോൾ കടന്നു വരുന്ന പേരുകൾ ഏറ്റവും ഉന്നതരായ പേരാണ്, മോദി ഉൾപ്പെടെയുള്ള പേരുകളാണ്. എങ്കിൽ പിന്നെ ഒരു കൈ നോക്കിക്കളയാം എന്നൊരു ചിന്തയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനുള്ളത്. കാരണം ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ, മുൻ ആരോപണങ്ങൾ ഒന്നും തന്നെ വേണ്ട രീതിയിൽ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രസക്തമായിട്ടില്ല. കാരണം പല ആവർത്തി കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന മുദ്രാവാക്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പൊളിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പം BJPയിൽ വർഗീയത ആരോപിക്കുന്നവരുണ്ട്. കുറേയൊക്കെ ആ പ്രചരണത്തിനകത്ത് വർഗീയ പരിപ്രേക്ഷ്യം ഉണ്ട്. അതൊക്കെ വസ്തുതാപരമല്ലേ? നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അതൊക്കെ വസ്തുതാപരം. ഒരു കൾച്ചറൽ നറേറ്റീവ് കൊണ്ടുവരുന്നു, സാംസ്കാരിക ദേശീയത
അല്ലെങ്കിൽ ദേശീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു, അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ വസ്തുതാപരമായി ഉള്ളതല്ലേ. പക്ഷേ അതൊക്കെ പലപ്പോഴും സമർത്ഥമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് BJP. അത് അവരുടെ മിടുക്ക് എന്ന രീതിയിൽ പലപ്പോഴും പ്രതിപക്ഷത്തിന് മിണ്ടാതിരിക്കേണ്ടി വരുന്നു. പക്ഷേ ഒരു വ്യക്തിപരമായ ആരോപണത്തിലേക്ക് ഏതെങ്കിലും വിവാദ വ്യവസായിയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന ഒരു തെളിവ് അത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മോദിയെ സംബന്ധിച്ചിടത്തോളം അജയ്യനായി നിലനിൽക്കാനാവില്ല. മോദിക്ക് തലയുയർത്തി നിൽക്കാനാവുന്നത് മോദി എന്ന വ്യക്തിയുടെ വ്യക്തിപരമായ ഒരു പ്രത്യേകതയാണ്. അതായത് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നില്ല. കഴിഞ്ഞ UPA സർക്കാർ, മൻമോഹൻ സിംഗിൻ്റെ 2ാം സർക്കാർ നിലം പതിച്ചതിൻ്റെ പ്രധാന കാരണം എന്താണ്? മന്ത്രിസഭയിലെ പല അംഗങ്ങളും കളങ്കിതരായി. അത് വെറുതെ അന്നത്തെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളല്ല. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, ആദർശ ഫ്ലാറ്റ് കുംഭകോണം ഉൾപ്പെടെ പല കാര്യങ്ങളിലും വലിയ അഴിമതിയുടെ ചുരുളുകളാണ് നിവർന്നു വന്നത്. അതുകൊണ്ട് അഴിമതിക്കാരായ മന്ത്രിമാർ, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് തീർത്തും മാന്യനായ ആളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതിയും വന്നില്ല. എങ്കിലും മന്ത്രിസഭയിലെ അംഗങ്ങൾ ഇതിപ്പോൾ ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഡീലിങ്സിനെ കുറിച്ച് ചില സംശയങ്ങൾ വരുന്നു, മോദിയുടെ ഉൾപ്പെടെ. അത് ചെറിയൊരു കാര്യമാണ്, അത് വ്യക്തിപരമായ പക്ഷേ ഇവിടെ ആലോചിച്ചുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയുടെ ഈ ഫോറിൻ പോളിസി, സൗത്ത് ബ്ലോക്ക് അല്ലെങ്കിൽ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റിനുള്ളിൽ ഏതെങ്കിലും അമേരിക്കൻ ചാരൻ, വിദേശ ചാരൻ കടന്നു കയറിയിട്ടുണ്ടോ? അവരുടെ പ്ലോയി ആണോ, ടൂളാണോ ജെഫ്രി എപ്സ്റ്റീൻ? അങ്ങനെ ഒരു മോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആലോചിക്കേണ്ടതാണ്. അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാജ്യത്തിന് ഡിഫൻസ് പർച്ചേസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തമായ വ്യവസായ ലോബിയുടെ സ്വാധീനം ഇതിലുണ്ടായിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആലോചനയിലേക്ക് പോയാൽ പല ബന്ധങ്ങളുടെയും ചുരുൾ നിവരും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമുള്ളത്. ഇത് പ്രതീക്ഷ മാത്രമാണ്, അല്ലാതെ ഇത് ഇപ്പോഴത്തെ നിലയിൽ യുറേക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇതോ പിടികിട്ടിയിരിക്കുന്നു, മോദി വെള്ളത്തിലായിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ നിലയിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ആശങ്ക, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന പ്രമാണം വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തോട്, രാജ്യത്തോടായി നരേന്ദ്രമോദിക്ക് പറയാനുണ്ട്, തൻ്റെ കരങ്ങൾ ശുദ്ധമാണ്. കാരണം തനിക്ക് ഈ വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല, താൻ സംസാരിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവ് തരൂ എന്ന് പ്രതിപക്ഷത്തെ നോക്കി വെല്ലുവിളിക്കാനുള്ള ഒരു അവസരവും പ്രധാനമന്ത്രിക്കുണ്ട്. ഒരു തെളിവ് തരൂ, ജെഫ്രി എപ്സ്റ്റീനുമായി താൻ നേരിട്ട് സംസാരിച്ച, ഏതെങ്കിലും ഇടനിലക്കാരൻ മുഖേന സംസാരിച്ച ഏതെങ്കിലും ഒരു തെളിവ് തരൂ. അല്ലാതെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു ഇമെയിൽ ചൂണ്ടിക്കാട്ടി അതിൽ തൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തന്നെ ക്രൂശിക്കുന്നത് ന്യായമല്ല എന്ന് രാജ്യത്തോട് പറയാൻ ശ്രീ നരേന്ദ്രമോദിക്കും കഴിയും. അതാണ് സാഹചര്യം.